രാത്രി 12 മണിക്ക് ഉഴവൂരിൽ നിന്ന് എറണാകുളത്ത് സ്വന്തം വണ്ടിയിൽ എന്നെ കൊണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞല്ലോ, ഓരോ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ഇത്ര കെയർ ചെയ്ത് അവരെ തിരിച്ചെത്തിക്കാനൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ഫിലിമിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വയലൻസ് നിറഞ്ഞൊരു സിനിമ, ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ആ സിനിമ ചെയ്ത സമയത്ത് അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അത് കാണാതെ ആ വയലൻസ് മാത്രം ആൾക്കാർ അത് എടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം സിനിമയെ ഈ പറഞ്ഞ പോലെ ആ സിനിമയെ കാണാത്തവരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അല്ലേ ശരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് എത്രമാത്രം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ സിനിമ കണ്ടിട്ട് ഒരു 5 പേരെങ്കിലും നല്ലതാ, കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മതി. കാരണം നമ്മൾ എന്താ പറയണേ, വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മാത്രമേ നമുക്കത് ഏറ്റവും സന്തോഷമാണ്. പക്ഷെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് തന്നെ പുതിയ പേരെടുത്ത നടീനടന്മാരായിരിക്കും ഉള്ളത്, അതൊക്കെയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലല്ല ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത്. ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ സിനിമയ്ക്കകത്തുണ്ടോ അതും കൂടെ കാണുന്ന പ്രേക്ഷകർ കൺസിഡർ ചെയ്യണം. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ അഭിനയിച്ചതിന് ശേഷമായിരിക്കും അവരും ഒരു 1-2 വർഷങ്ങൾ കഴിയുമ്പം ആ പേരെടുത്ത നടന്മാരെ പോലെ ആകാൻ ഉള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പഠിച്ച് ഒക്കെ ചെയ്യുന്ന കാണുമ്പം ഇപ്പം നിലവിൽ അഭിനയിക്കുന്ന പലരെക്കാട്ടിലും എത്രയോ കഴിവുള്ളവർ ഉണ്ടെന്നുള്ളത് പിന്നെ ആ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. അതിനൊരു സംശയവും ഇല്ല. വളരെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരിക്കും അത്. പുള്ളി ഞാൻ കഥ പറഞ്ഞു, പുള്ളി സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് പുള്ളി ചെയ്തോളാം, ക്യാമറയും പുള്ളി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് തീർച്ചയായിട്ടും അത്രയും വലിയൊരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തോ പുള്ളിക്ക് പോസിറ്റീവായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ സിനിമയിലേക്ക് കടന്നു വരുന്നത് തന്നെ. നേരത്തെ പറഞ്ഞു പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്, അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പല സിനിമകളിലും പല താരങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ കുറെ കഴിവുള്ളവർ അവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊരു അവസരം കിട്ടാതെ നിങ്ങൾക്കും അത് ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ അവസരം കിട്ടാതെ വലിയൊരു കാര്യമല്ല. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് ആദ്യം ഇതിലോട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. അതേപോലെ ഇപ്പം മായ ചേച്ചി പറഞ്ഞ പോലെ നമ്മളെ എത്രമാത്രം കംഫർട്ടബിൾ ആക്കാവോ, അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ആ ഫീൽഡിലോട്ട് എക്സ്പോഷർ ആകുമ്പം എങ്ങനെയാണ് നമ്മളെ കംഫർട്ട് ആക്കാം എന്ന് ജോമിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞ പോലെ കരുതൽ അത് വന്നു. അതേപോലെ തന്നെ എന്നാ പറയണ്ടേ, ഞങ്ങൾ ഈ പറയുന്ന ടീമിൽ കുറേ പുതുമുഖങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് നമ്മൾ കുറേ റീൽസ് ചെയ്യുമെന്നല്ലാതെ ആക്ച്വലി ഇതെങ്ങനെയാണ് ഒരു ഫിലിം ഷൂട്ടിങ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നു, കട്ട് ചെയ്തിടും. പക്ഷെ ഇത് ജോമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഏത് രീതിയിലാണ് എല്ലാം പറഞ്ഞു തന്ന് നമ്മളെ ഏറ്റവും കരുതലോടെ കംഫർട്ടബിൾ സോണിലാക്കി അതങ്ങനെ കവറപ്പ് ചെയ്തു. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുള്ളത്, നമുക്ക് ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കൊരു പേടി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടം പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഫീമെയിൽ ആർട്ടിസ്റ്റ് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാവുമെന്നൊന്നും നമുക്കൊരു കൺസേൺസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. നമ്മളും അതിനകത്ത് വലിയ പരിചയമൊന്നുമില്ല, എങ്ങനെയാണ് ഒരു സിനിമ മേക്ക് ചെയ്ത് പൂർത്തിയാക്കി കൊണ്ടുവരേണ്ടത്, അതിനകത്ത് എന്തൊക്കെ, പ്രത്യേകിച്ച് പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇവൻ അവർക്ക് അവരുടെ ഫാമിലിയോട് ചോദിക്കണം. അപ്പം അവരാണേലും ചിലപ്പോൾ നോ പറയും ആദ്യമേ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരോട് കുറേ കാര്യങ്ങളുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളം, പേടിക്കേണ്ട, അതെല്ലാം കംഫർട്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് തീർന്ന് അവരെ തിരിച്ച് അവിടെ എത്തിക്കുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അതെന്നൊക്കെ പറയുമ്പം ഇവരും നമ്മളോട് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് ഇവർ ഒത്തിരി കംഫർട്ടബിളാണ്. നമ്മുടെ ലിമിറ്റഡ് ഒരു ഫെസിലിറ്റീസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതെല്ലാം വെച്ച് ഇവരും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഓർക്കുമ്പം ഒരു സിനിമ നമുക്ക് ഇത്രയും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. കാരണം പ്രത്യേകിച്ചും ഈ പുതിയ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് തന്നെ പുതിയ പേരെടുത്ത നടന്മാരായിരിക്കും ഉള്ളത്, അതൊക്കെയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലല്ല ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത്. ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ സിനിമയ്ക്കകത്തുണ്ടോ അതും കൂടെ കാണുന്ന പ്രേക്ഷകർ കൺസിഡർ ചെയ്യണം. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ അഭിനയിച്ചതിന് ശേഷമായിരിക്കും അവരും ഒരു 1-2 വർഷങ്ങൾ കഴിയുമ്പം ആ പേരെടുത്ത നടന്മാരെ പോലെ ആകാൻ ഉള്ളവരായിരിക്കും. അവരെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കാണുന്ന പ്രേക്ഷകർക്കും ഈവൻ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ആ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള തിരിച്ചറിവും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ പുതിയ ആളുകളെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. അതെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സിനിമയിൽ പല പല തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് നമ്മളത് വിചാരിക്കും, ഇപ്പൊ ആർട്ടിസ്റ്റിൽ വരുമ്പോഴായിരിക്കും എങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള, അല്ല മാമിന് എന്താ തോന്നിയിട്ടില്ല? ഇപ്പൊ അതിനോട് ഇങ്ങനെ ആഡ് ചെയ്യാൻ ഇങ്ങനെ വെമ്പി വരികയായിരുന്നു. ഈ കംഫർട്ട് ഒരുപാട് മേടിച്ചെടുത്ത ആളാണ് അന്നത്തെ ദിവസം ഞാനേ. കാരണം സത്യം പറയാൻ ഞാൻ ഒത്തിരി ഡയറക്ടേഴ്സിനെ പല പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഡയറക്ടർ ഒരു എത്ര നന്ദി ജോബി എന്നോട് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ജോബി എന്തിനാ എന്നോട് ഇത്രയും താങ്ക് യു പറയുന്നത്? കാരണം ഞാനല്ലേ പറയേണ്ടത് അങ്ങോട്ട്, അല്ലെ എനിക്കൊരു ചാൻസ് ഞാൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതിന്. അങ്ങനെയല്ല, നമ്മൾ എത്തി എന്നുള്ളതിനൊക്കെ ഒത്തിരി നന്ദി. അതുപോലെ തന്നെ രാത്രി 12 മണിക്ക് ഉഴവൂരിൽ നിന്ന് എറണാകുളത്ത് സ്വന്തം വണ്ടിയിൽ എന്നെ കൊണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞല്ലോ, ഓരോ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ഇത്ര കെയർ ചെയ്ത് അവരെ തിരിച്ചെത്തിക്കാനൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ഫിലിമിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും തുടക്കത്തിൽ അപ്പം ഞാൻ പറയുന്നത്, ഒരു സെറ്റിൽ ചെന്നിട്ട് നമുക്ക് ശരിക്കും ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഈ കരുതലിൻ്റെ സെറ്റിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്കങ്ങനെ ഒരു വലിയ ഫോർമാലിറ്റീസ് ഇല്ല, വളരെ സിമ്പിളായ വ്യക്തികൾ. ഞാനിങ്ങനെ വളരെ സർപ്രൈസോടെ പലരുടെയും അഭിനയങ്ങളൊക്കെ നോക്കുന്നു. കാരണം പുതുമുഖങ്ങളാകുമ്പോൾ തന്നെ വളരെ നന്നായിട്ട് സ്ക്രിപ്റ്റൊക്കെ കാണാതെ പഠിച്ച് എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്നാണോ അവരെല്ലാം എന്ന് പറഞ്ഞ ശരിയായിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ അതൊരു കംഫർട്ടബിൾ കൊടുക്കുന്നത് കൊണ്ടാണത്. അതായത് നമുക്കപ്പോൾ ഇപ്പൊ സിനിമകളിലായാലും പലരും പല അനുഭവങ്ങളും പറയും, ഇങ്ങനെയായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നൊക്കെ. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം ഭയങ്കര. അത് ഞാൻ ഓർക്കായിരുന്നു. അപ്പോൾ അവിടെ പല പ്രായക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ കണ്ടു. കുറേ സമയം നമ്മൾ കാണാനുള്ള അവസരമുണ്ട്. നമ്മുടെ രാവിലത്തെ ഒരു സീനിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്കായിരുന്നു ഒരു സീനിൽ. പിന്നെ എനിക്ക് രാത്രി 11 മണിക്കാണ് എൻ്റെ ഒരു സീൻ വരുന്നത്. അപ്പോൾ അത്രയും സമയവും നമ്മളിങ്ങനെ സാധാരണ അക്ഷമരായിട്ടിരിക്കേണ്ടതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു രസമില്ല. എല്ലാവരും വളരെ കമ്പനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പഠിച്ച് ഒക്കെ ചെയ്യുന്ന കാണുമ്പം ഇപ്പം നിലവിൽ അഭിനയിക്കുന്ന പലരെക്കാട്ടിലും എത്രയോ കഴിവുള്ളവർ ഉണ്ടെന്നുള്ളത്, പിന്നെ ആ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. അതിനൊരു സംശയവും ഇല്ല. വളരെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരിക്കും അത്. ശരിക്കും. അപ്പോൾ സാറ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റിയൽ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് വേറെ എവിടെ ഇപ്പോൾ നാട്ടിൽ നടന്ന സംഭവങ്ങളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി വെച്ചായിരുന്നോ? അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സോ അല്ലെങ്കിൽ അതുപോലത്തെ പോലീസ് അല്ലെ ക്രൈം സ്റ്റോറീസ് ആണല്ലോ പറയുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസുമായിട്ട് അങ്ങനെ എന്തെങ്കിലും നോക്കിയിരുന്നു? അങ്ങനെ നോക്കിയിരുന്നു എന്ന് ഞാൻ അതന്നെ ഓൾറെഡി പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം, ആ റിയൽ സംഭവം ആണ് ഇതിന് ത്രെഡ്. അത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിന് നാഷണൽ ലെവൽ അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിമിന് ആ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ, ബെസ്റ്റ് ക്യാമറമാൻ, ബെസ്റ്റ് ആക്ടർ 3 അവാർഡുകളാണ് ആ ഷോർട്ട് ഫിലിമിന് കിട്ടി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു റിയൽ സംഭവം നമ്മൾ ഷോർട്ട് ഫിലിം ആക്കി കഴിഞ്ഞപ്പം തന്നെ ഈ വലിയ മുൻധാര പേപ്പറുകൾ, ന്യൂസ് പേപ്പറുകളൊക്കെ അതിൻ്റെ ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോലും വലിയ അതിശയമായിരുന്നു. കാരണം സാധാരണ സിനിമകളുടെയൊക്കെ ന്യൂസുകളൊക്കെയാണ് അവർ ഇടാറുള്ളത്. പക്ഷേ നമ്മളെ വിളിച്ച് ചോദിച്ച്, ഇന്ന ടീം കൊണ്ട് ഈ ഒരു ടീം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്, ഈ ഒരു ടീം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്നൊക്കെ ഇങ്ങോട്ട് നമ്മൾ വിളിച്ച് ചോദിച്ച് അത് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ അവർ ഒരു ആർട്ടിക്കിൾ പോലും നമ്മുടെ ഫോട്ടോ വെച്ച് അവർ ന്യൂസ് പേപ്പറിൽ ഇട്ടു. അപ്പോൾ അതൊക്കെ വെച്ച് കാരണം നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ന്യൂസ് അങ്ങനെ ഇടുമെന്ന് പറയുമ്പോൾ തന്നെ വളരെ റെയർ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്, ഇത് ആളുകളിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റോറി കുറച്ചും കൂടെ അതിൻ്റെ ത്രെഡ് എടുത്തിട്ട്, സിനിമയാക്കുമ്പം ഷോർട്ട് ഫിലിം പോലെ അല്ലല്ലോ, കുറേ കാര്യങ്ങൾ സിനിമാറ്റിക് ആക്കണം, പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പിന്നെ ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ഇത്ര ഒരു അവേഴ്സ് ആണല്ലോ സിനിമയും ഷോർട്ട് ഫിലിം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഇണക്കിക്കൊണ്ട് വേണം വരാനായിട്ട്. ഒരു തുടക്കക്കാരെന്നല്ലേ നമുക്കതൊരു വലിയ ടാസ്ക് ആയിരുന്നു. അതിനൊക്കെ നമ്മളത് ചെയ്തു. പിന്നെ നമ്മുടെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി സാബു ജെയിംസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ക്യാമറമാനാണ്. സാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും കൂടെ. സാറിൻ്റെ ഒരു സപ്പോർട്ട് നമുക്കൊരിക്കലും നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം സാറെന്ന് പറഞ്ഞാൽ അതുപോലെ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പുള്ളിയാണ് നമ്മുടെ ഒരു ബാക്ക് ബോണായിട്ട് നമുക്കിവിടെ നിന്നിട്ടുള്ളത്. കാരണം പുള്ളി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു സിനിമാറ്റോഗ്രഫിയിൽ. പിന്നെ അവിടുത്തെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി 25 വർഷത്തോളം തെലുങ്ക് സിനിമയിലെ ക്യാമറമാനായിരുന്നു. പുള്ളിക്ക് ഫിലിം ക്രിറ്റിക്സ് ബെസ്റ്റ് ക്യാമറമാൻ അവാർഡൊക്കെ 2018 കിട്ടിയിട്ടുള്ള പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഈ കഥ പറഞ്ഞു, പുള്ളി സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് പുള്ളി ചെയ്തോളാം, ക്യാമറയും പുള്ളി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് തീർച്ചയായിട്ടും അത്രയും വലിയൊരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു വ്യക്തി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തോ പുള്ളിക്ക് പോസിറ്റീവായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ സിനിമയിലേക്ക് കടന്നു വരുന്നത് തന്നെ. സാറിൻ്റെ കൂടെയായിരുന്നു ഒരു വട്ടം കൂടി എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ ചെട്ടിക്ക് എന്ന് പറഞ്ഞ ചേട്ടനും ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒരു
സിനിമയാണ് ഈ കരുതൽ എന്ന് പറഞ്ഞ സിനിമ. അതെ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ, പല ആളുകളുടെയും അധ്വാനവും തന്നെയാണ്. നല്ല സിനിമകൾ എന്തായാലും വിജയിക്കണം, അത് അങ്ങനെയാണല്ലോ. പിന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും, ഇപ്പൊ പല വാർത്തകൾ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ റിയൽ സ്റ്റോറി വരുമ്പോൾ ആളുകൾക്കൊരു, ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റോറീസ് വരണം മലയാള സിനിമയിൽ, ഇപ്പോൾ ഒരു മെസ്സേജുള്ള സ്റ്റോറീസും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രവണത ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പല സിനിമകളിലും നിരവധി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എത്ര നല്ല കഥകൾ, നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ പലതും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവുന്നുണ്ട്. ചുരുക്കം സിനിമകളാണ് വിജയിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു പുതുമുഖം അല്ലെങ്കിൽ പുതിയൊരു സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എന്താണ് ഒരു പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുമ്പോൾ നമുക്ക്, ഇപ്പം ഞാൻ പേരെടുത്തെന്ന് പറഞ്ഞാൽ സിനിമകൾ കാണുമ്പോൾ ഒരു തെറ്റായിട്ടുള്ള ഒരു മാതൃകയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം കോൺഫിഡൻറ്റോട് പറയാൻ പറ്റും, ഈ ഒരു സിനിമയിൽ, കരുതൽ എന്ന സിനിമയിലൂടെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നില്ല. അത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതായത് ഒരു ഏറ്റവും ചെറിയ പ്രായം മുതൽ ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി മുതൽ എത്ര പ്രായമുള്ള വലിയൊരാളാണോ അവർക്ക് കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഒരു ചെറിയൊരു സീനൊക്കെ ഉണ്ട്. സീൻ മീൻസ് ഒരു കൊലപാതക സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സിനിമയ്ക്ക് അത്യാവശ്യമാണ്, ഇതുകൊണ്ട് മാത്രം നമ്മളതും കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്നില്ല. എന്നാലേ ആ കഥ പൂർണ്ണമാവത്തുള്ളൂ. അത് മാത്രം നമ്മൾ വെക്കുന്നുണ്ട്. കാരണം അത് റിയൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കാണിക്കാതിരിക്കാനും പറ്റത്തില്ല. ഈ റിയൽ സ്റ്റോറി എന്നൊക്കെ പറയുമ്പം നമ്മൾ അതും കൂടെ കാണിച്ചാലേ ഉള്ളൂ അത് എഫക്റ്റീവായിട്ട് മാറത്തുള്ളൂ. അതിനുവേണ്ടി അതിൻ്റെ മിനിമം ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അത് ഒഴിച്ചാൽ ഈവൻ അതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാണുന്നവർ ആർക്കും കാണാൻ പറ്റുന്ന, ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇനി അത് കാണുന്നവരാണ്. അതെ, അതായത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു ഇൻസിഡന്റ് തന്നെ പറയാം. ഇപ്പോൾ ഒരു വയലൻസ് നിറഞ്ഞ ഒരു സിനിമ, ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ആ സിനിമ ചെയ്ത സമയത്ത് അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അത് കാണാതെ ആ വയലൻസ് മാത്രം ആൾക്കാർ അത് എടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം സിനിമയെ, ഈ പറഞ്ഞ പോലെ ആ സിനിമയെ കാണാത്തവരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അല്ലേ? ശരിക്കും പറഞ്ഞു സത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, നല്ല കഥകൾ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവരാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ആ ഒരു ഇതിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് എത്രമാത്രം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ സിനിമ കണ്ടിട്ട് ഒരു 5 പേരെങ്കിലും നല്ലതാ, കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മതി. കാരണം നമ്മൾ എന്താ പറയണേ, വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മാത്രമേ നമുക്കത് ഏറ്റവും സന്തോഷമാണ്. പക്ഷെ ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ നല്ല സിനിമകൾ ആളുകളെ ഏറ്റെടുക്കും നമുക്ക് വിചാരിക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ സിനിമ ആയാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തി പോകുന്ന ആളുകളുടെ, അവരൊക്കെ ഈ സിനിമ കണ്ട് അവരെ ഒരു കരുതലോടുകൂടി സ്നേഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അത് എൻ്റെ ഞാൻ 10-12 ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. ആ എല്ലാ സിനിമയിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഉണ്ട്. എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിമുകളിലും മെസ്സേജാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ പല ആർട്ടിക്കിളും വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലും തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ഉണ്ട്. അത് 100% ഷുവറാണ്. അത് എല്ലാവരും എത്രമാത്രം ഇഷ്ടപ്പെടും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ചും ഈ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചും പ്രായമായ ആളുകളുടെ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അവരെ നമുക്ക് എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും, അവരെങ്ങനെ സേഫ് ആക്കി വെക്കാൻ പറ്റും. പിന്നെ മക്കൾ വിദേശത്തുള്ളവരൊക്കെ അവരും സ്വന്തം പേരൻസിനെ ഓർത്ത് അവരുടെ ആകുലതകൾ, പിന്നെ പേരൻസിനുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ ഓർത്തുള്ള അവരുടെ ടെൻഷൻസ്, അതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് അതിന് വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അത് അതേ സെൻസിൽ എല്ലാവരും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇത് വലിയ സംഭവമാണ്, വലിയ കഥയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ സിനിമ ഞങ്ങൾ മെയിൽ തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോവുക. വലിയ സംഭവങ്ങളൊന്നും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. നല്ലൊരു കഥ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ റിയൽ സ്റ്റോറീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പലതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പം അങ്ങനെ നിങ്ങൾ സിനിമയെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ പോയി കാണണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിവുള്ള ആളുകൾ മലയാള സിനിമയിലേക്ക് വരട്ടെ. അതായത് ഈ പല ആളുകളും മാറി നിൽക്കുന്നുണ്ട്, അവർ വരട്ടെ. കരുതൽ നല്ലൊരു വിജയമായി തീരട്ടെ തിയേറ്ററിൽ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.